الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കള്, അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അവർ ഈമാനും തഖ്വയും ഉള്ള ആളുകളായിരിക്കുമെന്നുള്ളത്. തഖ്വ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വിലായത്തിൻ്റെ ദറജയും കൂടിക്കൊണ്ടിരിക്കും. അൽ വിലായത്തു മുത്തഫാവുത്തുൻ ബിഹസ്ബി ഈമാനിൽ അബ്ദി വ തഖ്വാഹു. അള്ളാഹുവിൻ്റെ ഒരു അടിമയുടെ അള്ളാഹുവിലുള്ള വിശ്വാസവും തഖ്വയും അതിൻ്റെ തോതനുസരിച്ച് വിലായത്തിൻ്റെ സ്ഥാനം എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഫകുല്ലു മുഅ്മിനുൻ, എല്ലാ വിശ്വാസികളും ലുഹു, ആ വിശ്വാസിക്കുണ്ട് നസീബും മിനൽ വിലായത്തില്ലാഹ് വ മഹബ്ബത്തിഹി വ ഖുർബത്തിഹി. അള്ളാഹുവിൻ്റെ വിലായത്തും അള്ളാഹുവിൻ്റെ കുർബത്തും അള്ളാഹുവിൻ്റെ മഹബത്തും സ്നേഹവും അടുപ്പവും സംരക്ഷണമൊക്കെ എല്ലാ വിശ്വാസികൾക്കും എന്തുണ്ട്? അള്ളാഹുവിൻ്റെ വിലായത്തുണ്ട്. വലൈസത്ത് അൽ വിലായത്തു ഹഖറൻ അല അഹദിൻ, ഏതെങ്കിലും ഒരു ആളുടെ മേൽ
ഉറച്ചതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ മേൽ മാത്രം ഉള്ളതല്ല എന്ത്? അള്ളാഹുവിന്റെ വിലായത്ത്. പിന്നെ വലൈസത്ത് അലാമത്തുൻ മുമയ്യിസത്തുൻ ലിതബഖത്തിൻ മുഅയ്യിനത്തിൻ മിനന്നാസ്, മനുഷ്യരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മേൽ മാത്രം ഉള്ളതല്ല എന്ത്? അള്ളാഹുവിന്റെ വിലായത്ത്. വല യനാലു ബിൽ വറസ, അനന്തരാവകാശം മൂലം ലഭിക്കുന്നതല്ല അള്ളാഹുവിന്റെ വിലായത്ത്. മറിച്ച് ഇമാം അഷ്ശൈഖ് ഇബ്നു ഹുസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയൻ. ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവൻ ആരൊക്കെയുണ്ടോ കാന ലില്ലാഹി വലിയൻ, അവനൊക്കെ അള്ളാന്റെ വലിയാണ്. വമല്ലം യകുൻ കദാലിക, ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വാസവും തഖ്വയില്ല എങ്കിൽ ഫലൈസ ബി വലിയൻ, അവൻ എന്തല്ല? ഒരു വലിയും അല്ല. വഇൻ കാന മഹു മഅലുൽ ഈമാൻ വത്തഖ്വ കാന ഫി ശൈഉൻ മിനൽ വിലായ, ഈമാനിന്റെയും തഖ്വയും എത്രത്തോളം ഒരാളിലുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ അള്ളാഹുവിന്റെ വിലായത്ത് എന്ത് ചെയ്യും? ലഭിക്കുമെന്നുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വഗൈറു വാഹിദി മിനസ് സലഫ്, അതല്ലാത്ത ആളുകളും സലഫികളായിട്ടുള്ള ആളുകൾ, അവർ പറഞ്ഞു, ഔലിയാഉല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അല്ലദീന ഇദാ റുഊ ദുഖിറല്ലാഹ്, അള്ളാഹിന്റെ ഔലിയാക്കളെ കണ്ടാൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് അള്ളാഹിനെ ഓർമ്മ വരുന്ന, അള്ളാഹിന്റെ ഔലിയാക്കളെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമുക്ക് അള്ളാഹിനെ ഓർമ്മ വരും എന്നുള്ളത്. നമുക്ക് ചില വ്യക്തികളെ, നല്ല ഈമാനും തഖ്വയും ഒക്കെ ഉള്ള ആളുകളെ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പം നമുക്ക് അള്ളാഹിനെയും അതുപോലെ തന്നെ പരലോക ചിന്തയും സ്വർഗം നരകം ഇങ്ങനെയുള്ള ഒരു ഓർമ്മയിലേക്ക്, സ്മരണയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? എത്തിക്കുമെന്നുള്ളതാണ്. അവരെ തിരിച്ചറിയുന്നത് ഏതെങ്കിലും അവരുടെ വേഷവിധാനങ്ങൾ കൊണ്ടോ രൂപഭാവങ്ങൾ കൊണ്ടോ അല്ല. സമൂഹത്തിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്. ആരെങ്കിലും ഒരാളെ പച്ചയിൽ പുതപ്പിച്ചാല് അതാണ് ഔലിന്റെ അടയാളം എന്നാ. ഒരു പച്ച തുണിയും പച്ച ജുബ്ബയും ഒരു ഷാളും പിന്നെ ഒരു തസ്ബീഹുമാല ഇട്ട് അത് കുത്തിർന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ അതാണ് വലിയിന്റെ അടയാളമായി ആസാറുകളായിട്ട് സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതല്ല, മറിച്ച് അവരുടെ ഓരോ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും അള്ളാഹിനെ കുറിച്ചുള്ള ഈമാനും ഭയവും പ്രതീക്ഷയും സൂക്ഷ്മത എന്ത് ചെയ്യും? അള്ളാഹിന്റെ വലിയകളിൽ കാണാൻ സാധിക്കും. തങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, കുടുംബത്തിനും അയൽവാസികൾക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും സമുദായത്തിനും നന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കാണാറില്ലേ? അവർ മൃഗങ്ങളോട് പോലും കരുണയോടുകൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും. ലോലഹൃദയരായിട്ടുള്ള, മനസ്സലിവുള്ള, ഹൃദയവിശാലതയുള്ള, ആരെയും വെറുക്കാത്ത, ആരെയും വെറുപ്പിക്കാത്ത, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ പ്രതിസന്ധികളിൽ തളരാതെ, അസ്വസ്ഥരാവാതെ അള്ളാഹുവിലേക്ക് കൂട്ടിമുട്ടിക്കുന്ന, തന്റെ ഭരമേൽപ്പിക്കുന്ന, മുഖത്ത് എപ്പോഴും പുഞ്ചിരി മാത്രം, പ്രസന്നത മാത്രം കാണുന്ന ആ ആളുകള്, അങ്ങനെയുള്ള ആളുകള് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അള്ളാഹുവിന്റെ വലിയകൾ. അവരുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമായിരിക്കും. ഇഖ്ലാസോടുകൂടി അവർ ഇബാദത്തുകൾ ചെയ്യും. അവരുടെ ഇബാദത്തുകളിൽ, അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ശിർക്ക് ഉണ്ടാവില്ല, നിഫാഖ് ഉണ്ടാവില്ല, ഹസദ് ഉണ്ടാവില്ല, കിബിർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ അടിമകൾ, ശുദ്ധമായ മനസ്സിന്റെ ഉടമകൾ, അങ്ങനെയുള്ള അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സംരക്ഷണം നൽകും. അവർ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിമാറ്റുകയില്ല. കാരണം അള്ളാഹുവിന്റെ വലിയാണ് ആര്? അവർ. അലാ ഇന്ന ഔലിയ അള്ളാഹ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, അറിയണം, ഇന്ന ഔലിയ അള്ളാഹ്, അള്ളാഹിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ട, അവർക്ക് ദുഃഖിക്കേണ്ട. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, അവർക്ക് ഇഹലോകത്തും പരലോകത്തും അവർക്ക് എന്തായിരിക്കും? സന്തോഷ വർത്തമാനങ്ങളായിരിക്കും, സന്തോഷ വാർത്തയായിരിക്കും, സന്തോഷങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരെങ്കിലും പരിഹസിച്ചാൽ, ചീത്ത വിളിച്ചാൽ, കുറ്റപ്പെടുത്തിയാൽ, അവരോട് ശത്രുത കാണിച്ചാൽ, അവരെങ്ങാനും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ എന്താ സംഭവിക്കുക?
ഒരു ഖുദ്സിയായിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ശക്തമായ വാക്കുകളാണ്. ശക്തമായ വാക്കുകളാണ്. വളരെ ഗൗരവത്തോടെ നാം നോക്കിക്കാണണം ഈ താക്കീദിനെ. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, മഹാനായ മുസ്തജാബ് ദഅവയായിട്ടുള്ള സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അവിടെയുള്ള അദ്ദേഹം കൂഫക്കാർ അദ്ദേഹത്തെ കുറിച്ച് പരാതിപ്പെടുന്ന കുറച്ച് പരാതികള്, മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിൽ അമീറായി ഇമാമായി നിശ്ചയിക്കുകയാണ്. അവർക്ക് ഇമാമായി നിശ്ചയിക്കുകയാണ്. എന്നാൽ ആ കൂഫക്കാർ ഈ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിനെ കുറിച്ച് എന്താണ് ഒരു പരാതി പെടുകയാണ്. ശക്ക അഹ്ലുൽ കൂഫ സഅദൻ ഇലാ ഉമർ. ഒരു പരാതി വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ചെയ്തത് ഫഅസലഹു വസ്തഅമല അലൈഹിം അമ്മാറൻ. ഈ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ സ്ഥാനത്ത് നിന്ന് വെല്ലാം മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് അമ്മാർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആ സ്ഥാനം കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിനെ മദീനയിലേക്ക് വിളിപ്പിക്കുക. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാണ്, എന്ത്? സഅദ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എന്താ സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് അവർ പരാതിപ്പെട്ടതെന്നറിയോ? സഅദിന് ശരിക്ക് നമസ്കരിക്കാൻ അറിയില്ല. സഅദിന് ശരിക്ക് നമസ്കരിക്കാൻ അറിയില്ല. നഊദു ബില്ലാഹ്. ആരാണ് സഅദ്? ആരാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു? സ്വഹാബിയുൻ ജലീലുൻ, മഹാനായിട്ടുള്ള ഒരു സ്വഹാബിയാണ് ആര്? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകം ദുആ ലഭിച്ചിട്ടുള്ള ആളാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ സ്തജിബ് ലിസഅദിൻ ഇദാ ദഅക, അല്ലാഹുവേ സഅദ് ചോദിക്കുമ്പോഴൊക്കെ സഅദിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് തേടിയിട്ടുള്ള ആ സഅദ് റളിയല്ലാഹു അൻഹു, ആ സഅദ് ബിൻ മുസ്തജാബ് ദഅവിയായിട്ടുള്ള സഅദ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ടാണ് കൂഫക്കാരൻ പരാതിപ്പെടുന്ന അദ്ദേഹത്തിന് നിസ്കാരം ശരിക്കും നിസ്കരിക്കാൻ അറിയില്ല. മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു പരാതി ലഭിച്ച ഉടനെ അന്വേഷിക്കണമല്ലോ. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അന്വേഷിക്കാൻ തീരുമാനിച്ചു. സഅദ് റളിയല്ലാഹുവിനെ മദീനയിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ അബാ ഇസ്ഹാഖ്. അബൂ ഇസ്ഹാഖ് എന്നുള്ളത് സഅദ് റളിയല്ലാഹുവിന്റെ കുഞ്ഞത്താണ്. എന്നിട്ട് ചോദിച്ചു, ഇന്ന ആഹുലാ യസ്അമൂന അന്നക ലാ തുഖ്സിനു തുസല്ലി. ആളുകൾ പറയുന്നുണ്ട്, കൂഫക്കാര് പറയുന്നുണ്ട്, താങ്കൾക്ക് ശരിക്കും നമസ്കരിക്കാൻ അറിയില്ല എന്നുള്ളത്. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, അമാ അനാ വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഫഇന്നി കുൻതു ഉസല്ലി ബിഹിം സ്വലാത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഉഗ്രിബു അൻഹാ. അല്ലാഹുവാണേ സത്യം, ഞാൻ അവരെ കൊണ്ട് നിസ്കരിക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ നിസ്കരിച്ചത് അപ്രകാരം മാത്രമാണ് ഞാൻ നിസ്കരിച്ചത്. ഉസല്ലി സ്വലാത്തൽ ഇശാ, ഞാൻ ഇശാ നമസ്കരിക്കുകയാണെങ്കിൽ ഫഅർഖുദു ഫിൽ ഊലയൈനി വഖിഫു ഫിൽ ഉഖറയൈനി, ആദ്യത്തെ 2 റക്അത്തിൽ ഞാൻ അല്പം നീട്ടി നിസ്കരിക്കും, അവസാനത്തെ 2 റക്അത്തിൽ ഞാൻ ചുരുക്കി നമസ്കരിക്കുകയും ചെയ്യും എന്ന് സഅദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, ബിക യാ അബാ ഇസ്ഹാഖ്, അബൂ ഇസ്ഹാഖ്, സഅദ്, അത് തന്നെയാണ് അവരുടെ പരാതി, അത് തന്നെയാണ് അവർക്ക് പരാതി ഉണ്ടാകാൻ കാരണം. എന്നിട്ട് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിന്റെ കൂടെ ഒരാളെയോ അല്ലെങ്കിൽ അല്പം ആളുകളെയോ കൂഫയിലേക്ക് പറഞ്ഞയക്കുക, ചോദിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെ സഅദ് റളിയല്ലാഹുവിന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചിട്ടുള്ള ആളുകള് സഅദ് റളിയല്ലാഹുവിന്റെ കൂടെ കൂഫയിലേക്ക് വരികയാണ്. അവര് ഓരോ പള്ളികളും കയറി അന്വേഷിക്കുകയാണ്. ഫലം യദഉ മസ്ജിദൻ ഇല്ലാ സഅല അൻഹും, ഓരോ പള്ളിയിലും സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുകയാണ്. എല്ലാ പള്ളികളും വയുസ്നൂന മഅറൂഫൻ, എല്ലാവരും സഅദ് റളിയല്ലാഹു അൻഹുവിന് നല്ലത് മാത്രം പുകഴ്ത്തി മാത്രമാണ് പറഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നന്മകൾ മാത്രം എല്ലാ പള്ളിയിലും നിന്നും കേട്ടു. ഹത്താ ദഖല മസ്ജിദൻ ലിബനി അബ്സ്, എന്നാൽ ഒരു പള്ളിയിലെത്തിയപ്പോൾ ഏതാണ് ആ പള്ളി? ബനു അബ്സുകാരുടെ പള്ളി. ആ പള്ളിയിലെത്തിയ സമയത്ത് അവിടെയും ഈ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് സഅദിനെ കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? ആരും മിണ്ടുന്നില്ല, ആരും എഴുന്നേൽക്കുന്നില്ല. ഫഖാമ റജുലുൻ മിൻഹും, ആ സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന്
യുഖാലു ലഹു ഉസാമത്ത് ബിൻ ഖത്താദ യുഖ്ന അബാ സഅദ. അബൂ സഅദ അബൂ സഅദ് എന്ന് വിളിപ്പേരുള്ള ഉസാമത്ത് ബിൻ ഖത്താദയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അമ്മാ ഇദാ നശത്തന, ചോദിച്ചതുകൊണ്ട് പറയാണ്, ഫഇന്ന സഅദൻ കാന ലാ യുസീറു ബിസ്സരിയ വലാ യുക്സിമു ബിസവിയ വലാ യഅദിലു ഫിൽ ഖളിയ. 3 പരാതികൾ എനിക്കുണ്ട് സഅദിനെ കുറിച്ചിട്ട്. 3 പരാതികൾ. ഏതാണ് ആ പരാതി? കാന ലാ യുസീറു ബിസ്സരിയ, സഅദ് ഒരിക്കലും ഭടന്മാരുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടാറില്ല. രണ്ടാമത്തത് വലാ യുക്സിമു ബിസവിയ, അത് സഅദ് റളിയല്ലാഹു അൻഹു ഈ ഗനീമത്ത് മുതലുകൾ അത് വിഭജിക്കുന്ന സമയത്ത് സമമായി വിഭജിക്കാറില്ല. വലാ യഅദിലു ഫിൽ ഖളിയ, മൂന്നാമത്തേത് സഅദ് റളിയല്ലാഹു അൻഹു വിധിക്കുമ്പോൾ അതിൽ ന്യായമുണ്ടാവാറില്ല, അനീതിയോടുകൂടി വിധിക്കുമായിരുന്നു. നഊദു ബില്ലാഹ്, അള്ളാഹുവിൽ അഭയം തേടുന്നു. ഒന്ന് ആലോചിച്ചു നോക്കും, എത്ര ഗൗരവപ്പെട്ട സംഗതിയാണ്. ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കാളിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവപ്പെട്ട 3 ആരോപണങ്ങളാണ് ഈ ആരോപണം. ഒരാൾ ഒഴികെ കൂഫയിലെ എല്ലാ ആളുകളും സഅദിനെ പുകഴ്ത്തി പറഞ്ഞു. ഒരേ ഒരു വ്യക്തി മാത്രമാണ് സഅദിനെതിരിൽ പരാതിപ്പെട്ടത്. എന്നാൽ ആ നാട്ടിലെ പരാതിയായിട്ടത് മാറുകയാണ്, കൂഫയിലെ പരാതിയായിട്ട് മാറുകയാണ്. അങ്ങനെയുണ്ട് ചില നാടുകളിൽ ചില ആളുകളെ നോക്കിയിട്ട് എന്ത് ചെയ്യും, കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ നോക്കും. എന്നിട്ട് ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും സമൂഹത്തിൽ പരത്തുകയും എന്നിട്ടൊരു സമൂഹത്തിന്റെ പരാതി മുഴുവൻ ആക്കി തീർക്കുന്നതിൽ വിജയിക്കുന്ന ചില ആളുകളുണ്ട്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ വലിയായ സഅദ് റളിയല്ലാഹു അൻഹു, ഈമാനും തഖ്വയും ജീവിച്ച സഅദ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹുവിനോട് ഉഹദ് യുദ്ധ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ സഅദ് ഇർമി ഫിദാക അബീ വ ഉമ്മി, സഅദ് നീ താങ്കൾ അമ്പയ്യുക, എന്റെ മാതാപിതാക്കളെ താങ്കൾക്ക് ഇതാ ദണ്ഡം നൽകിയിരിക്കുന്നു, താങ്കൾ അമ്പയ്യുക. കാന അവ്വലു സഅമിൻ റമാ ഫിൽ ഇസ്ലാം, ഇസ്ലാമിക ലോകത്ത് ആദ്യമായിട്ട് അമ്പെയ്തിട്ടുള്ള വ്യക്തി ഈ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഉമർ അല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പേർഷ്യക്കാർക്കെതിരിൽ ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പടനായകനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ അള്ളാഹിന്റെ മുമ്പിൽ 2 കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു അല്ലാഹു സുബ്ഹാനഹു തആലയോട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു 3 പ്രാർത്ഥനകൾ അദ്ദേഹം പറയുകയാണ്, അമാ വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലഅദു അന്നബി സലാസിൻ, 3 കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇത് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ആ കാര്യങ്ങൾ? അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക കാസിമൻ കാമറിയാൻ വസുമഅതൻ, അല്ലാഹുവേ, ഈ എഴുന്നേറ്റ് നിന്ന വ്യക്തി, എനിക്കെതിരിൽ പരാതിപ്പെട്ട വ്യക്തി, എന്നെ കുറ്റപ്പെടുത്തിയ വ്യക്തി, ഇദ്ദേഹം കാദിബാണെങ്കിൽ, കള്ളമാണ് പറയുന്നതെങ്കിൽ, വ്യാജമാണ് പറയുന്നതെങ്കിൽ, കാമരിയാൻ, പ്രശസ്തിക്ക് വേണ്ടി ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നതെങ്കിൽ, വസുമഅതൻ, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ, ഫഅതിൽ ഉംറഹു, അല്ലാഹുവേ അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കണേ റബ്ബേ. വഅതിൽ ഫഖറഹു, അവന്റെ ദാരിദ്ര്യം നീ നീട്ടിക്കൊടുക്കണേ റബ്ബേ. വഅരിൽഹു ലിൽ ഫിത്ന, ഫിത്നക്കാരനായിട്ട്, ഒരു കുഴപ്പക്കാരനായിട്ട് നീ പ്രസിദ്ധിപ്പെടുത്തണേ റബ്ബേ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന് ഇതിൽ പരാതിപ്പെട്ടു. അതല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന്. വകാന ബഅദു ദാലിക്, ഇതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചാൽ, കാലങ്ങൾ കഴിഞ്ഞു, ഇതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചാൽ, ഇദാ സുഇല, അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ശൈഖുൻ കബീറുൻ മഫ്തൂനൻ അസാബനി ദുആഉ സഅദിൻ, ഞാനിപ്പം അങ്ങേയറ്റം പ്രായം ചെന്ന പടുവൃദ്ധനായിട്ടുണ്ട്, മഫ്തൂനാണ്, ഞാൻ കുഴപ്പക്കാരനാണ്. അസോബനി ദഅവത്തു സഅദിൻ, സഅദിന്റെ പ്രാർത്ഥന എനിക്ക് ഫലിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നുള്ളത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുൽ മലിക് അദ്ദേഹം പറയുന്നുണ്ട്. ഫഅന റഅയ്തുഹു ബഅദ, പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. ആ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരുന്നെന്നോ, ഖദ് സക്കത ഹാജിബഹു അലാ ഐനൈഹി മിനൽ കിബ്ർ, വാർദ്ധക്യം കാരണം അദ്ദേഹത്തിന്റെ 2 പുരികങ്ങളും അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട്, കൺപോളകങ്ങൾ താഴ്ന്നിട്ടുണ്ട്, ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ. വഇന്നഹു ലയതഅറദു ലിൽ ജവാരി ഫിത്തുർകി ഫയഅമിസുന്ന, ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് വഴിയോരങ്ങളിൽ ചെറിയ പെൺകുട്ടികളുമായിട്ട് അവരെ കളിയാക്കി കൂടി അവരുമായിട്ട്
കൂട്ടിക്കളിക്കുന്ന, അവരുമായിട്ട് കളിക്കുന്ന, അവരുമായിട്ട് ശൃംഗരിക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുൽ മലിക് റിപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം നോക്കൂ, ഇതാണ് അവസ്ഥ. അള്ളാഹുവിന്റെ വലിയകളോട് ശത്രുത കാണിച്ചാൽ, അള്ളാഹുവിന്റെ വലിയകളെ കുറ്റപ്പെടുത്തിയാൽ, അള്ളാഹുവിന്റെ വലിയകളെ പ്രയാസപ്പെടുത്തിയാൽ, അള്ളാഹുവിന്റെ വലിയകളെ പരിഹസിച്ചാൽ ഇത് ഗൗരവപ്പെട്ട സംഗതിയാണ്. ഈ റിയാദുസ് സ്വാലിഹീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവം കൊടുത്തതിന് ശേഷം പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തെന്നറിയോ? എന്താണ്? ഈ പള്ളിയിലുള്ള ഇമാമുമാര്, അതുപോലെ തന്നെ ഖത്തീബുമാര്, അതുപോലെ തന്നെ മുദരിസിങ്ങള്, മുഅദ്ദിനുകള്, ഇങ്ങനെയുള്ള പള്ളി പരിപാലകരായിട്ടുള്ള ഈ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളെ കുറിച്ച് വല്ലതും പറയുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി, ചിന്തയോടുകൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, അവരെ കുറ്റപ്പെടുത്തുന്നത് ഗൗരവമുള്ള കാര്യമാണ്, ഹീനമായ സംഗതിയാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ വലിയകളെ അവരോട് ശത്രുത കാണിച്ചാൽ, ആരാണ് അള്ളാഹിന്റെ വലിയ എന്ന് ഞാൻ സൂചിപ്പിച്ചു, അവരോടെങ്ങാനും ശത്രുത കാണിച്ചാൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അള്ളാഹിന്റെ വലിയകൾ ആരാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, തഖ്വയുള്ള, അള്ളാഹു വിശ്വസിച്ച് പരിപൂർണമായിട്ട് ശിർക്കില്ലാതെ ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ ചെയ്യുന്ന, തികച്ചും ആബിദായ, ഒരു ലേശം പോലും ശിർക്കിന്റെയോ നിഫാഖിന്റെയോ ഒന്നും കടന്നു വരാത്ത അള്ളാഹുവിന്റെ അങ്ങനെയുള്ള വലിയകളെ, ആ വലിയനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അവരെ വേദനിപ്പിക്കുന്നത്, അവരെ പ്രയാസപ്പെടുത്തുന്നത്, അവരെ കുറ്റപ്പെടുത്തുന്നത്, ഈ വിഷയങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ ഞാനിതാ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ ഖുദ്സിയായ ഹദീസിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മാ ഇഫ്തറൽതു അലൈഹി. എന്റെ ഒരു അടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് ഞാൻ അവനെ നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവൻ എന്നിലേക്ക് കൂടുതൽ എന്ത് ചെയ്യും? അടുത്ത് വരും. ഓമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ യതാഹിബുഹും. അവൻ സുന്നത്താക്കിയിട്ടുള്ള പുണ്യകർമ്മങ്ങൾ അവൻ അതിൽ തുടർച്ചയായിട്ട് ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഞാൻ അവൻ എന്ത് ചെയ്യും? ഞാൻ അവനെ ഇഷ്ടപ്പെടും. നോക്കൂ, ഒരാൾക്ക് അള്ളാഹുവിന്റെ വലിയാകാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വലിയാകാൻ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്തുകളും അതുപോലെ തന്നെ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങളും അവന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടും. അവനാണ് അള്ളാഹിന്റെ വലിയ. മൻ കാന ലില്ലാഹി തഖിയ്യൻ വ കാന വലിയൻ. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ അവൻ അള്ളാഹിന്റെ വലിയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇദാ അഹബ്ബതുഹും. ഞാൻ അങ്ങനെ അവനെ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ ഇഷ്ടപ്പെട്ടാൽ? എനിക്കുള്ള നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യുകയും ഐച്ഛികമായിട്ടുള്ള സുന്നത്ത് കർമ്മങ്ങൾ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ, അൻകുൽതു സംഉഹുല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന അവന്റെ കേൾവി ഞാനായിട്ട് മാറും. വബസറുഹുല്ലദീ യുബ്സിറു ബിഹി. അവൻ കാണുന്നവന്റെ കാഴ്ച ഞാനാകും. വയദുല്ലതീ യബ്തശു ബിഹാ. അവൻ പിടിക്കുന്ന അവന്റെ കൈ ഞാനാകും. വരിജ്ലുഹുല്ലതീ യംശി ബിഹാ. അവൻ നടക്കുന്ന അവന്റെ കാല് ഞാനായിട്ട് മാറും. ഈ ഹദീസിന്റെ ഈ ഭാഗം സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ കള്ളക്കറാമത്തുമായി നടക്കുന്ന ആളുകൾ പറയാണ്, ഈ ഹദീസ് കൊടുത്തിട്ട് എന്ത്? ഞങ്ങൾ അള്ളാഹുവിന്റെ കൈ, അള്ളാഹിന്റെ കൈ ആയിട്ടുണ്ട്, എന്റെ കൈ അള്ളാഹുമായിട്ടുണ്ട്. എന്താണ്? എന്റെ കാല്, എന്റെ എല്ലാം എന്ന അല്ലാഹി മാറിയിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ചില ആളുകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഒരു വീടിന്റെ ഒരു മൂലയിൽ പോയിരിക്കും. ഒരു ഇബാദത്തും ഉണ്ടാവില്ല, കുടുംബത്തോടൊരു ബന്ധം ഉണ്ടാവില്ല. എന്താണ്? എന്താ ഇബാദത്ത് ചെയ്യാത്തത്? എന്താ നിസ്കരിക്കാത്തത്? എന്താ നോമ്പ് നോൽക്കാത്തത് എന്ന് ചോദിച്ചാൽ പറയും, അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ തന്നെ അള്ളയായിട്ടുണ്ട്, അള്ള എന്നിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ. അതല്ലെങ്കിൽ എന്റെ 40 ജസദിൽ ഒരു ജസദ് എവിടെയാണ്? ഹറമിലാണ്, അല്ലെങ്കിൽ മസ്ജിദ് നബവിയിലാണ്, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലാണ്. എന്ത് നോമ്പ് നോൽക്കാത്തത്? ഇത് ഞാനല്ല, ഇത് വേറെ ആളാണ്, എന്റെ ശരീരം വേറെ നോമ്പ് നോൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്തിനാണത്? ഈ ഹദീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഹദീസിന്റെ വിശദീകരണം എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ സൂചിപ്പിച്ചു, കുൻതു സമഉല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും എന്നല്ല പറഞ്ഞത്. വലാ യസ്മഉ ഇല്ലാ മാ യുർളിയല്ലാഹ്. അള്ളാഹുവിന് തൃപ്തി വരാത്തതൊന്നും അവന് കേൾക്കുകയില്ല. അവൻ കേൾക്കുന്നത് മുഴുവൻ അള്ളാഹ്ക്ക് തൃപ്തിയുള്ളത് മാത്രമായിരിക്കും അവൻ കേൾക്കുന്നത്. അതേപോലെ തന്നെ ഫലാ യൻദുറു ഇലാ മാ യുഹിബ്ബുല്ലാഹ്.
അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ അവൻ കാണൂ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നിൽ നിന്ന് അവന്റെ കാഴ്ച അവൻ പിൻവലിക്കും, അവൻ നോക്കൂല. ഇതാണ് അതിന്റെ വിശദീകരണം. അതേപോലെ തന്നെ അവന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കും, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതായിരിക്കും. അവന്റെ കാലുകൾ കൊണ്ട് നടന്നു പോകുന്നതൊക്കെ, ആ മേഖലകളൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മേഖലകളായിരിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയിലേക്കും അവന്റെ കാലുകൾ അവൻ ഉപയോഗിക്കുകയില്ല, അവന്റെ കൈകൾ അവൻ ഉപയോഗിക്കുകയില്ല, അവന്റെ കാതുകൾ അവൻ ഉപയോഗിക്കുകയില്ല, അവന്റെ കാഴ്ച അവൻ ഉപയോഗിക്കുകയില്ല. അതാണ് ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു അടിമ ചെയ്താൽ, ഇങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും നടക്കുകയും ചെയ്താൽ, അള്ളാഹ് പറയാണ് ഈ ഹദീസിന്റെ അവസാനം എന്ത്? എന്നോട് അവൻ ചോദിച്ചാൽ, ഇങ്ങനെ ജീവിക്കുന്ന, എന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു അടിമ എന്നോട് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരാള് അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തിയാൽ ആ കൈകളെ തട്ടിമാറ്റൂല. അള്ളാഹ് പറയാനില്ല യൂത്തിയന്നഹു, തീർച്ചയായിട്ടും ഞാൻ അതവന് കൊടുക്കുക തന്നെ ചെയ്യും. അവൻ എന്നോട് അഭയം തേടിയാൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള എന്റെ വലിയന് ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാ അള്ളാഹ് പറഞ്ഞത് ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ലോകത്തും പരലോകത്തും സന്തോഷം നൽകുന്ന അങ്ങനെയുള്ള ഒരു അടിമയുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ വഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തെ ഇവിടെ സൃഷ്ടിച്ചതിലും മരിപ്പിക്കുന്നതിലും അള്ളാഹുവിന്റെ അടുക്കല് വ്യക്തമായ ഒരു പ്ലാനിങ്ങും ഉദ്ദേശവുമുണ്ട്. അങ്ങ് വെറുതെ സൃഷ്ടിച്ചതല്ല എന്നെയും നിങ്ങളെയും. ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിലെ ഘട്ടങ്ങള് അത് പൂർത്തിയാക്കി അതിനുശേഷം നമ്മൾ പോകേണ്ട സ്ഥലങ്ങളും എല്ലാം വ്യക്തമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളുഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളുഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളുഅഫ വശൈബ. നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളാണത്. നമ്മള് ചെറുപ്പം, അത് കഴിഞ്ഞ് യൗവനം, പിന്നെ പ്രായം ചെല്ലുന്നു, വാർദ്ധക്യത്തിലേക്ക്, നരബാധിച്ച അവസ്ഥയിലേക്ക്. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ഘട്ടങ്ങള്, ഈ ഘട്ടങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് വളരെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിന്റെ കഴിവും നമ്മുടെ ദുർബലതയും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഘട്ടങ്ങൾ താണ്ടുമ്പോഴും നമ്മുടെ ദുർബലത നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും. ഓരോ അനുഗ്രഹങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ ദുർബലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വ്യക്തമായ ഒരു ഉദ്ദേശം ഇതിലൂടെ ഉണ്ട്. അള്ളാഹ് പറയാണ്, അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ. അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈഅൻ, നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പം നിങ്ങൾക്കൊരു വിജ്ഞാനവുമില്ല, നിങ്ങൾക്കൊരു അറിവുമില്ല. അങ്ങനെയാണ് ഞാനും നിങ്ങളും ഉമ്മാന്റെ ഉദരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
കേൾവി തന്നു, കാഴ്ച തന്നു, ഹൃദയം തന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറുൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടി, ശുക്ർ കാണിക്കാൻ വേണ്ടി. പക്ഷെ പലപ്പോഴും ആ ശുക്ർ കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണില്ല, കഴിയുന്നില്ല. എല്ലാം അള്ളാഹു തന്ന ഈ കാഴ്ചയും കേൾവിയും ഈ ചിന്തയും ഈ ബുദ്ധിയും ഒക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യണില്ല, സാധിക്കണില്ല. അവിടെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണത്, പരാജയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പം വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതിലൊന്നാണ് വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ ഇന്നൊരു വിഭാഗം ഉണ്ടാവണം. എന്തിന്? ഒരു ഉമ്മത്ത് ഉണ്ടാവണം. യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ കാണുമ്പോൾ അത് വിലക്കുന്ന, വിരോധിക്കുന്ന ഒരു ടീം, ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാവണം. അവരാണ് അള്ളാന്റെ അടുക്കല് വിജയികള്. ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച ആളുകള്. അവർക്കാണ് ഈ മരണത്തിന് ശേഷം അള്ളാന്റെ അടുക്കല് പവിത്രമായിട്ടുള്ള സ്വർഗീയ ലോകം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു. ആ ഒരു അവസ്ഥ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ഒരു മരണമുണ്ട്, ആ മരണത്തിന് ശേഷം നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ ദുനിയാവിൽ നമ്മൾ ആരായിരിക്കണം? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന, അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് അള്ളാഹുവിലേക്ക് ഒരാളെ ക്ഷണിക്കുക എന്നുള്ളത്, ദഅവത്ത് നടത്തുക എന്നുള്ളത്. ആ ദഅവത്തിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാഴ്ചയും കേൾവിയും അതുപോലെ തന്നെ ഹൃദയവും ബുദ്ധിയും ഇതുകൊണ്ടുള്ള വലിയൊരു ശുക്റാണ് നമ്മൾ എന്ത് ചെയ്യണത്, കാണിക്കണം. അതിന്റെ ഭാഗമാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം എന്നുകൂടി എന്ത് ചെയ്യാൻ സൂചിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധിയും കഴിവും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, വരുന്ന ഞായറാഴ്ച നവംബർ 2 ISMന്റെ എറണാകുളം ജില്ലാ സമ്മേളനമാണ് നടക്കുന്നത്. ആദർശ യൗവനം ആത്മാഭിമാനം എന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഈ സമ്മേളനം രാവിലെ മുതൽ എറണാകുളം ടൗൺ ഹാളിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, കുടുംബസമേതം അള്ളാഹുവിന്റെ ദീനി പ്രബോധന മേഖലയിൽ പങ്കാളിയാവുക. ദഅവത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ശരീരവും മനസ്സും സമ്പത്തും സമയവും അള്ളാഹിന്റെ മാർഗത്തിലേക്ക് എന്താണോ നമുക്ക് മാർഗം ചെലവഴിക്കാൻ കഴിയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കളക്ഷന് ദഅവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഭാഗത്ത് പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ സഹായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിച്ച് മുഅ്മിനായി തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.